അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ നല്ല ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ക്രോസ് ആയിട്ട് ഒന്നങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അടിപൊളി വിരുന്നുകാരൊക്കെ കൊലായിൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. വന്നതിന് ശേഷം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. പാലും മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ നമുക്ക് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിക്കൊരു ബാറ്റർ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 കോഴീൻ്റെ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. കൂടുതലൊന്നും അധികം കൂടെ ഈ മുട്ട പോരാന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ മുട്ട മാത്രമല്ല, അതിൽ പാലും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ ബ്രെഡ്ക്ക് അനുസരിച്ചിട്ടുള്ള ബാറ്ററായി കേട്ടോ. ഇനി നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. പിന്നെ മാത്രമല്ല, ഏലക്കായൻ്റെ പൊടി ആവശ്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം പഞ്ചസാര മധുരത്തിന് എത്രയാണ് നിങ്ങൾക്ക് മധുരം ആവശ്യം അതനുസരിച്ച് മധുരം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഞങ്ങൾക്ക് നല്ല മധുരം വേണം. അപ്പോൾ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഉണ്ടെങ്കിലാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ്. മധുരം ഇല്ലാതെ ഉണ്ടാക്കുക, പക്ഷേ അത്ര ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നേരിയ മധുരം വേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ല മധുരമൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതാ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെയ്യോ വെളിച്ചെണ്ണ ഓല എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതാ ബാറ്ററിൽ ബ്രെഡ് ഒന്നങ്ങോട്ട് മുക്കുക. നല്ലോണം മുക്കി കൊടുത്തോണ്ടിട്ടാ. നല്ല മുക്കിയതിൻ്റെ ശേഷം ഒന്നങ്ങോട്ട് പൊരിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു താകെ കുഴഞ്ഞാടി പോവില്ലേന്ന്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അത് മുട്ട ഉണ്ടായതുകൊണ്ട് അതൊന്നാണ്ട് ബലം കിട്ടും കേട്ടോ. എടുക്കുന്ന ടൈമിലൊക്കെ നമുക്ക് കുഴഞ്ഞാടിങ്ങാണ്ട് പോലെ തോന്നും, പക്ഷെ നല്ല ബലം ഉണ്ട് കേട്ടോ. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നല്ല ബലത്ത് കിട്ടും. ഓവറായിട്ട് ബലമല്ല, ഒരു പാകത്തിലൊരു ബലത്തിൽ തന്നെ കിട്ടും നമുക്ക്. നമുക്കെല്ലാം ഇതേപോലെ ഒന്നങ്ങാണ്ട് പൊരിച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു സൈഡ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഇത് പെട്ടെന്നാവും ചെയ്യും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാവും ചട്ടി. പെട്ടെന്ന് അടി പിടിക്കാതെ നിങ്ങൾ നോക്കണം. ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട. പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. ബ്രെഡല്ലേ, പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുപോലെ ചെയ്യണേ. കണ്ടില്ലേ പെട്ടെന്ന് അടി പിടിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം പൊരിച്ചെടുത്ത് നല്ല സോഫ്റ്റാണ്, തിന്നാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.